നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ വായ്പാമേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനവും മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് CDSനുള്ള മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണവും കാഞ്ഞിരോട് വീവേഴ്സ് സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്നു. സംസ്ഥാന വനിതാ വികസന ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വളരെ നന്നായിട്ട് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വനിതാ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ എത്തിക്കുന്നതിന് അത്യധികം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെമ്പറാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രകാശിനി. അപ്പോഴ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ ഈ ബോർഡ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു CDSന് 1.5 കോടി രൂപയായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളിലേക്ക്, സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് കൂടുതൽ പണം എത്തിക്കേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഒരു CDSന് 3 കോടി രൂപ കൊടുക്കാൻ ആദ്യമേ തന്നെ തീരുമാനമെടുത്തത്. അങ്ങനെ തീരുമാനമെടുത്തപ്പോഴ് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഒക്കെ മുഖങ്ങളാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മുടെ സ്ത്രീകളുടെ പ്രകാശനം സൂചിപ്പിച്ചതുപോലെ അവര് സാമ്പത്തികമായ ഒരു സ്വയം പര്യാപ്തത കൈവരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക്, ദുരിതങ്ങൾക്ക് ഒക്കെ തന്നെ ഒരു വിരാമമിടാൻ സാധിക്കുകയുള്ളൂ. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ 54 കുടുംബശ്രീ ഗ്രൂപ്പുകളിലെ 612 അംഗങ്ങൾക്കായി 3 കോടി രൂപയുടെ വായ്പയാണ് വിതരണം ചെയ്യുന്നത്. ഹോട്ടൽ കാറ്ററിംഗ് യൂണിറ്റ്, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്, തയ്യൽ യൂണിറ്റ് ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് വായ്പ ഉപയോഗിച്ച് കുടുംബശ്രീ ഗ്രൂപ്പുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ KSWDC ബോർഡ് അംഗം VK പ്രകാശിനി സ്വാഗതം പറഞ്ഞു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള മുഖ്യാതിഥിയായി പങ്കെടുത്തു. KSWDC മാനേജിംഗ് ഡയറക്ടർ VC ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. മുണ്ടേരി പഞ്ചായത്ത് മെമ്പർമാരായ CH അബ്ദുൽ നസീർ, C ലത, P ഗീത ടീച്ചർ, EK ചാന്ദിനി, മുഹമ്മദ് അലി, മേഖലാ മാനേജർ K ഫൈസൽ മുനീർ, KSWDC ജില്ലാ മോഡറേറ്റർ റെമി T, കാഞ്ഞിരോട് വീവേഴ്സ് സംഘം പ്രസിഡന്റ് പവിത്രൻ AV തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.